Hello, good morning. Welcome to Learning Hub. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കീം +1 ഫിസിക്സ് സയൻസ് ഫിസിക്സിലെ യൂണിറ്റ് 7 പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എന്നുള്ള ഒരു ടോപ്പിക്കിലുള്ള സർഫേസ് എനർജി ആൻഡ് സർഫേസ് ടെൻഷൻ എന്ന ടോപ്പിക്കിലെ കുറച്ച് MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മളിതിൻ്റെ തിയറി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് MCQ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, 2 capillary tubes of different diameters are dipped in water. രണ്ട് ഡിഫറെന്റ് ഡയമീറ്ററിലുള്ള രണ്ട് കാപ്പിലറി ട്യൂബുകൾ നമ്മൾ വെള്ളത്തിൽ മുക്കുകയാണ്. അപ്പൊ അതിന് ദ റൈസ് ഓഫ് വാട്ടർ, അപ്പൊ അതിനുണ്ടാകുന്ന ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു ഇങ്ങനെ വെള്ളം മുകളിലേക്ക് കാപ്പിലറി ട്യൂബിലൂടെ വരില്ലേ, അത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടിന്റെ ഡയമീറ്റർ രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സെയിം ഇൻ ബോത്ത് ട്യൂബ്സ്, greater in the tube of larger diameter, greater in the tube of smaller diameter and independent of the diameter of the tube. അപ്പോൾ ഓപ്ഷൻസിൽ ഒരേപോലെ ആയിരിക്കും വരുന്നതെന്നൊക്കെയാണ് നമുക്ക് പറയുന്നത്. പക്ഷെ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അതായത് സ്മോളർ ഡയമീറ്ററിലുള്ളതിലായിരിക്കും കൂടുതൽ വെള്ളം നമുക്ക് പെട്ടെന്ന് റൈസ് ആയിട്ട് വെള്ളം കൂടുതലായിട്ട് വരുള്ളൂ. ഓക്കെ, മറ്റേ ഡയമീറ്റർ കൂടുതലുള്ളതിൽ എങ്ങനെയായിരിക്കും നമുക്ക് ആ ഒരു റൈസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും. കമ്പാരിറ്റീവ്ലി ഇത് സ്മോളർ ഡയമീറ്ററിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഹയർ ഡയമീറ്ററിലുള്ളതിൽ വെള്ളം കുറച്ച് കമ്മിയായിട്ടായിരിക്കും നമുക്ക് റൈസ് ആയിട്ടുണ്ടാകും. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. A water drops is divided into 27 equal droplets. The pressure difference between the inner and outer side of the big drop will be. അപ്പോൾ ഒരു വാട്ടർ ഡ്രോപ്പിനെ നമ്മൾ 27 ഈക്വൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ ആ ഒരു ഏറ്റവും ബിഗ് ഡ്രോപ്പ്, ഏറ്റവും വലിയ ഡ്രോപ്പിന്റെ ഇന്നർ ആൻഡ് ഔട്ടർ സൈഡിൽ ഉണ്ടാവുന്ന പ്രഷർ ഡിഫറൻസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 1/3 ഓഫ് ദ സ്മോളർ ഡ്രോപ്ലെറ്റ് ആയിരിക്കും. ഏറ്റവും സ്മോളർ ഡ്രോപ്ലെറ്റിന്റെ 1/3 ആയിരിക്കും നമുക്ക് പ്രഷർ വരുന്നത്. ആ ഒരു ഇന്നർ ആൻഡ് ഔട്ടർ സൈഡ് ഓഫ് ദ ബിഗർ ഡ്രോപ്പിൽ വരുന്നത് 1/3 ഓഫ് ദ സ്മോളർ ഡ്രോപ്ലെറ്റ് ആയിരിക്കും. അപ്പൊ അതെങ്ങനെയായിരിക്കും നോക്കാം നമുക്ക്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നതും സ്മോൾ ആർ എന്ന് പറയുന്നതും ബിഗർ ഡ്രോപ്ലെറ്റിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. സ്മോൾ ആറിന്റെ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത് സ്മോളർ ഡ്രോപ്ലെറ്റിന്റെയാണ് സ്മോൾ ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വോളിയം എന്ന് പറയുന്നത് നമ്മൾ കൺസേർവ്ഡ് ആണ്. അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ് 27 സ്മോളർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വോളിയം എന്ന് പറയുന്നത് നമുക്ക് കൺസേർവ്ഡ് ആണ്. സോ അപ്പൊ നമുക്ക് ആ ഒരു വോളിയം കൺസർവേഷനിൽ നമുക്കറിയാം 4/3 πr ക്യൂബ് ഇസ് ഈക്വൽ ടു 27 4/3 πr ക്യൂബ് ആണ് വരിക അല്ലെ. കാരണം നമുക്ക് 27 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, അത് രണ്ടും ഈക്വൽ ആണ്. സോ നമുക്ക് ഇതിൽ നിന്ന് r is equal to സ്മോൾ ലെറ്റർ r which is equal to r/3 എന്ന് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ഒരു സർഫേസിൽ ഉണ്ടാവുന്ന പ്രഷർ ഡിഫറൻസ് ആണ്. സോ del P is equal to 2 sigma by r. അതായത് there is only one surface of the water ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 2 sigma by r ആണ്. അപ്പൊ പ്രഷർ ഡിഫറൻസ് ഫ്രം ബിഗർ ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ PB is equal to 2 sigma by r വരും. സ്മോളർ ഡ്രോപ്ലെറ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് വരും? PS ആണ്. That is equal to 2 sigma by r which is equal to 2 sigma by ഈ സ്മോൾ ലെറ്റർ r ന് പകരം എനിക്ക് r/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ r/3 that is equal to 6 sigma by r which is equal to 3 into 2 sigma by r എന്ന് എഴുതാം. എനിക്കിതിന് 6 ന് എന്ത് എഴുതാം? 2 into 3 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ 2 sigma by r ഓൾറെഡി എനിക്കറിയാം del P ആണ് അല്ലെ, അല്ലാതെ PB ആണ്. ആ ഒരു ഹയർ പ്രഷറിൽ വരുന്നതാണ്. സോ 3 PB വരും. അപ്പൊ എനിക്ക് വരുന്ന ആ ഡിഫറൻസ് എത്ര വരുന്നത്? 1/3 PS ആണ് വരുന്നത്. ഓക്കെ, work done in blowing the soap bubble in the air of radius 2r is W. Find the work done in blowing the soap bubble of radius r. Okay, 2r എന്ന് പറയുന്ന ആ ഒരു റേഡിയസിലുള്ളതിനെ ബബിൾ ആക്കുന്നതിന് നമുക്ക് വർക്ക് ഡൺ W എടുത്തു. അങ്ങനെയാണെങ്കിൽ r റേഡിയസ് ഉള്ളതിനെ നമുക്ക് ബ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ആ ഒരു വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. W/4. അതായത് നമുക്ക് തന്നിരിക്കുന്ന വർക്ക് ഡൗണിന്റെ 4/1 ഭാഗമേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. അപ്പൊ നോക്കൂ, വർക്ക് ഡൺ ടു എ ബ്ലോ ബബിൾ എന്ന് പറയുന്നത് സർഫേസ് ടെൻഷൻ ഇൻറ്റു സർഫേസ് ഏരിയ ആണ് വരുന്നത്. അപ്പൊ ആ ഒരു സോപ്പ് ബബിൾ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഇൻ ദ എയർ. സോ നമുക്ക് അവിടെ രണ്ട് സർഫേസസ് വരുന്നുണ്ട് അല്ലെ. ആ ഒരു എയർ, അതായത് ഇൻസൈഡും ഔട്ട്സൈഡും വരുന്ന നമുക്ക് എയറുമായിട്ട് കോണ്ടാക്ട് വരുന്നത് കൊണ്ട് നമുക്ക് രണ്ട് സർഫേസസ് വരുന്നുണ്ട്. സോ അപ്പൊ വർക്ക് ഡൺ ടു ബ്ലോ എ ബബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സർഫേസ് ടെൻഷൻ ഇൻറ്റു 2 വരും. രണ്ട് സർഫേസ് ഏരിയ ആണ് നമുക്ക് ആ ഒരു ബബിളിൽ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വർക്ക് ഡൺ ടു ബ്ലോ എ ബബിൾ ഓഫ് റേഡിയസ് 2r എന്ന് പറയുന്നത് നമുക്ക് W ആണ് തന്നിട്ടുണ്ട്. സോ W is equal to സർഫേസ് ടെൻഷൻ T into ക്യാപിറ്റൽ A into 2 ആണ്. ഓക്കെ, 2 എന്ന് പറയുന്നത് രണ്ട് സർഫേസ് ഉള്ളതുകൊണ്ട്. സോ W is equal to 2 into T into ഏരിയ എനിക്ക് എന്താണ്? 4π2r² ആണ്. r എന്ന് പറയുന്നത് 2r ആണ്, അതുകൊണ്ടാണ്. സോ എനിക്ക് W is equal to എനിക്ക് കിട്ടി 32
ടി പൈ ആർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് സ്മോൾ, അതായത് ക്യാപിറ്റൽ ആർ ഉള്ളതിന് വേണ്ടി വരുന്ന വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന് നമുക്ക് ഡബ്ല്യു ഡാഷ് എന്ന് എടുക്കാം. അപ്പൊ ടി ഇൻറ്റു 2 ഇൻറ്റു എ ആണ്. അപ്പൊ ടി ഇൻറ്റു 2 ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 8t പൈ ആർ സ്ക്വയർ കിട്ടി. അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമ്മൾ 2/1 ഡിവൈഡ് ചെയ്തിട്ട് ഡബ്ല്യു ഡാഷ് ബൈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്ത് എനിക്ക് 1/4 വരുന്നുണ്ട്. സോ എനിക്ക് ആ വർക്ക് ഡൺ എത്രയാണ് വരുന്നത്? W/4 ആണ് വരുന്നത്. അപ്പൊ 1/4 ആണ് നമുക്ക് ഈ ഒരു R റേഡിയസിലുള്ളതിനെ ബബിൾ, ആ ഒരു സോപ്പ് ബബിളിനെ ഇതാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യം വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഓൺ ഡിപ്പിംഗ് എ കാപ്പിലറി ഇൻ വാട്ടർ ഓഫ് mass of the water in the rice is in mass m. If another capillary of double of the radius of the first is dipped into water and the mass of the water raised will be, എത്രത്തോളം മാസിലുള്ള, എത്രത്തോളം വെള്ളം നമുക്ക് അതിൽ നിന്ന് റൈസ് ആവുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 2m ഉള്ള വെള്ളമാണ് നമുക്ക് അതിലൂടെ റൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നോക്കൂ, നമുക്ക് ആ ഒരു ഹൈറ്റ് ഓഫ് ദ കാപ്പിലറി റൈസ് നമുക്കറിയാം, h is equal to t cos theta by rho g r ആണ്. ഓക്കെ, അപ്പൊ ടി ജി ആൻഡ് റോ ജി ടൗ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടി ജി ആൻഡ് കോസ് തീറ്റ എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് അല്ലെ. അപ്പൊ എച്ച് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/τ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 1/τവിനാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രൊപ്പോർഷണൽ വരുന്നത്, ഈ 1/τവിനാണ് വരുന്നത്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ കാപ്പിലറി എന്ന് പറയുന്നത്. ഇപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് നമുക്ക് ഡബിൾ ആക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എന്താകും? എനിക്ക് ഹാഫ് ആകും. കാരണം റേഡിയസ് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് റേഡിയസ് ആകും. കാരണം ഇൻവേഴ്സ്ലി ആണ് പ്രൊപ്പോർഷണൽ വരുന്നത്. ഓക്കെ, സോ ദ മാസ് ഓഫ് ദ വാട്ടർ റൈസ് ഇൻ ദ കാപ്പിലറീസ്, നമുക്ക് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. സോ എം എസ് ഈക്വൽ ടു വോളിയം പൈ ആർ സ്ക്വയർ എച്ച് ഇൻറ്റു ഡെൻസിറ്റി റോ ആണ്. അപ്പൊ ആ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും? 2 പൈ ആർ സ്ക്വയർ എച്ച് റോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എം ഇസ് ഈക്വൽ ടു 2m എന്ന് കൊടുക്കാം. അപ്പൊ എനിക്ക് പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ എച്ച് റോ എന്ന് പറയുന്നത് എനിക്ക് മാസ് ആണെന്ന് അറിയാം. അപ്പൊ ഇത്രയും വാല്യൂ വരെ ഞാൻ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എം ഇസ് ഈക്വൽ ടു 2m ആണ് എനിക്ക് വരുന്നത്. അപ്പൊ 2m ഓളം വാട്ടർ ആണ് നമുക്ക് റൈസ് ആയി വരുന്നത്. ഓക്കെ, what is the height of the fluid rise h when the capillary with the diameter d is dipped in the fluid having a density rho and the surface tension sigma? അപ്പൊ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട്, ഡയമീറ്റർ ഡി ആണ് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി റോ തന്നിട്ടുണ്ട്, സർഫേസ് ടെൻഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണ് നമുക്ക് അതിൽ വരുന്ന ആ ഒരു എച്ചിനുള്ള ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. എച്ച് ഇസ് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ റോ ജി ഡി ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. The capillary rise of a fluid in 2 mm diameter tube is 4 cm ആണ്. അങ്ങനെയാണെങ്കിൽ what will be the rise of the fluid in a 0.2 mm diameter tube for the same conditions? ഇപ്പൊ 2 mm diameter ആണെങ്കിൽ 4 cm ആണ് capillary rise വരുന്നത്. അങ്ങനെയാണെങ്കിൽ 0.2 mm ആണെങ്കിൽ എത്രത്തോളം റൈസ് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 40 cm. ഓപ്ഷൻ എ ആണ് റൈറ്റ്. നോക്കൂ, നമുക്കറിയാം ഹൈറ്റിനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയാം. 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി ആണ്. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫേസ് ടെൻഷൻ ഓഫ് ഇതാണ്, തീറ്റ ആംഗിൾ ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ ഗ്ലാസ് ട്യൂബ് ആൻഡ് ഫ്ലൂയിഡ് ആണ്, റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ഗ്ലാസ് ട്യൂബ്. നമുക്ക് സൈസ് D1 തന്നിട്ടുണ്ട്, H1 തന്നിട്ടുണ്ട്, അതേപോലെ D2 തന്നിട്ടുണ്ട്, H2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/d ആണ് അല്ലേ. അപ്പൊ H1 D1 is equal to H2 T2 എന്ന് എടുത്തൂടെ എനിക്ക്. ഇതിൽ നിന്ന് എനിക്ക് D2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സോ 40 into 2 equal to H2 into 0.2 which is equal to 40 cm. H2 ആണ് നമുക്ക് കിട്ടാനുള്ളത്. H2 is equal to 40 cm വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, raindrops are spherical in shape or because of raindropsന് spherical shape ഉള്ളതിനുള്ള കാരണം എന്താണ്? It is because of the surface tension ആണ്. Okay, option B is the right answer. Insects can move on the surface of the water without sinking due to, നമ്മൾ പഠിച്ചിരുന്നു, ആ തിയറി ക്ലാസ്സിൽ പറഞ്ഞു, കൊതുകുകളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ സിങ്ക് ആകാതെ പോകാനുള്ള റീസൺ എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി സർഫസ് ടെൻഷൻ അല്ലെ. ഇൻസെക്റ്റുകൾക്ക് വെള്ളത്തിന് മുകളിലൂടെ മൂവ് ചെയ്യാനുള്ള ആ ഒരു കാപ്പബിലിറ്റി ഉള്ളത് എന്തുകൊണ്ടാണ്? ആ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കാരണമാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which one of the following is not a result of surface tension? Surface tension result അല്ലാത്തത് ഏതാണ്? Nearly spherical drop of rain, capillary rise, removal of dirty soap
by soap or detergent, fluid, flow of liquid. Okay, so option D is the wrong answer ആണ്. നമുക്ക് ഈ മൂന്നെണ്ണം സർഫസ് ടെൻഷന്റെ ഒരു റിസൾട്ട് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ സർഫസ് ടെൻഷൻ, കാപ്പിലറി റൈസ്, അതുപോലെ തന്നെ സർഫസ് എനർജി ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.